കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. കൃഷി, ഭവന നിർമ്മാണം, ശുദ്ധജല വിതരണം, സാമൂഹ്യക്ഷേമം, പൊതുജനാരോഗ്യം, മുതിർന്ന പൗരന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമം, ടൂറിസം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് സി ഗിരിജ അവതരിപ്പിച്ചത്. ക്ഷീരവികസനം എന്ന മേഖലകൾക്കായി 25,45,000 രൂപയുടെ ഡോക്ടർ, നഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവരുടെ വേതനം, പൊതുജനാരോഗ്യ പരിപാടി എന്നിവയ്ക്കായി 83,50,000 രൂപയും വിദ്യാഭ്യാസ കലാ കായിക മേഖലകൾക്കായി 11,75,000 രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കായി 6 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ശുചിത്വം, മാലിന്യം സംസ്കരണം എന്നീ മേഖലകൾക്കായി 28 ലക്ഷം രൂപയും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി റോഡുകളുടെ നിർമ്മാണം, നവീകരിച്ച പ്രവർത്തനങ്ങൾക്കായി 2.5 കോടി രൂപയും ചന്തപ്പുരയിൽ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിന് 1,50,00,000 രൂപയും തെരുവ് വിളക്കുകളുടെ പരിപാലനം, വൈദ്യുതി എന്നിവയ്ക്കായി 42 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. രണ്ടായിരത്തി 2025-26 ബഡ്ജറ്റ് ഏതായാലും ഈ ഭരണസമിതിയുടെ ലാസ്റ്റ് ബഡ്ജറ്റ് കൂടിയാണ്. എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ഫണ്ടുകളുടെ പരിമിതികളുണ്ട്. നമുക്ക് ഗവൺമെൻറ് തരുന്ന ഫണ്ടുകൾക്കനുസരിച്ച് നമുക്ക് എല്ലാ മേഖലകളെയും ടച്ച് ചെയ്ത് വികസന പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് ആണ് ഇവിടെ അവതരിപ്പിച്ചത്. 32,42,18,976 രൂപ വരവും 31,28,18,000 രൂപ ചെലവും 1,14,976 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. കാർഷിക മേഖലയുടെ വികസനത്തിനായി 1,20,00,000 രൂപയും ഭവന നിർമ്മാണത്തിനായി 5 കോടി രൂപയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി 6 കോടി രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷനായി 6 കോടി രൂപയും ശുദ്ധജല വിതരണത്തിനായി 28 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. മരുന്ന്, പകർച്ചവ്യാധി നിയന്ത്രണം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ മേഖലകൾക്കായി 25,45,000 രൂപയും വകയിരുത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PC ഉണ്ണികൃഷ്ണൻ, R ശിവൻ, രാധാ പഴനിമല, മെമ്പർമാർ, വിവിധ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ, പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു.